നോക്കൂ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരു വാചകം എല്ലാവരും ഉൾപ്പെടുത്തണം. ഞാൻ കുറേ ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാനാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഹജ്ജൻ മബ്റൂറൻ, ആദ്യത്തെ പദം അതായിരിക്കണം. മഖ്ബൂലൻ 2, മൂന്നാമത്തേത് മൈസൂറൻ, യുസ്റുള്ള ഹജ്ജ് വേണം. മൈസൂർ, എളുപ്പമാകണം നമ്മുടെ കർമ്മം. നമ്മളെ ചെറിയ പുസ്തകത്തിന്റെ പേര് എളുപ്പമുള്ള ഹജ്ജ്. മൈസൂറൻ, മൈസൂർ എന്ന് പറഞ്ഞാൽ അതാണ്. മബ്റൂറാകണം ഫസ്റ്റ്, 2 മഖ്ബൂലാകണം, 3 എന്തായിരിക്കണം? മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ പദം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പ്രാർത്ഥിച്ചോ, അത് പ്രാർത്ഥിക്കണം. അന്ന് എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? നമ്മൾ പക്ഷെ എളുപ്പത്തിനല്ല ആദ്യം ആഗ്രഹിക്കേണ്ടത്, അതെല്ലാവരും ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? എളുപ്പത്തിനല്ല ആദ്യം ആഗ്രഹിക്കേണ്ടത്. ആദ്യം ആഗ്രഹിക്കേണ്ടത് മബ്റൂറാകാൻ, ബിറുള്ളതാകാൻ. ബിറുള്ളതാകാൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം. രണ്ടാമത്തേത് മഖ്ബൂലാകണം. ബിറു പോലെ അള്ളാഹു എന്താക്കണം? കബൂലാക്കണം. മൂന്നാമത്തേത് ചെറിയ പ്രശ്നമാണ്, മൈസൂർ, എളുപ്പാക്കണം. ഞങ്ങളോട് പറഞ്ഞു നേരത്തെ തന്നെ, നമ്മുടെ ഉള്ളിലിരിപ്പ് ശരിയാണെങ്കിൽ നമുക്ക് പ്രയാസം വന്നാലും അത് എളുപ്പമാകും. അതിനാണ് ത്രില്ല് ഞാൻ പദം പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒരുപാട് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര കഷ്ടപ്പെട്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻജോയ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഹജ്ജ്. അപ്പൊ അല്ലാഹുമ്മ ർസുഖ്നി ഹജ്ജൻ മബ്റൂറൻ മഖ്ബൂലൻ മൈസൂർ. മാഷാ അല്ലാഹ്, അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ, ചെയ്യുമാറാകട്ടെ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിലാണ്, കർമ്മങ്ങളുടെ ഇടയിൽ. അത് ഞാൻ ഓരോ സ്റ്റെപ്പിലും ഇൻഷാ അല്ലാഹ് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കും. ഓരോ സ്റ്റെപ്പിലും ഇൻഷാ അല്ലാഹ്, ഒരു സംശയമില്ല. ഓരോ സ്റ്റെപ്പിലും, അതിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആ കർമ്മത്തിനിടയിൽ നോക്കൂ. കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടായത്? കിട്ടേണ്ടതുണ്ട്, ഒരു ഫീലിംഗ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സാധനങ്ങളും തവാഫ് ചെയ്യുന്നുണ്ട്. എല്ലാം തവാഫ് ചെയ്യണത് നിങ്ങൾ എങ്ങനെയാണോ കഅബക്ക് തവാഫ് ചെയ്തത് അപ്രകാരമാണ്, ആന്റി ക്ലോക്ക് വൈസ് എല്ലാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും പരിശോധിച്ചു. സൗരയൂഥത്തിലെ മുഴുവൻ ഗ്രഹങ്ങളും ചുറ്റുന്നുണ്ട്. സൂര്യന് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, ഭൂമിക്ക് ചുറ്റും ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. ഒക്കെ ആന്റി ക്ലോക്ക് വൈസ് എല്ലാം. ഒരുപാട് കാര്യമുണ്ട് ചിന്തിക്കാൻ, ഒന്നൊന്നല്ല ഓരോന്നും. നിങ്ങള് പിന്നെ സഫയുടെ മുകളിൽ ഇങ്ങനെ കയറിയുന്നില്ലേ, ആ കല്ല് നിങ്ങളെ, ആ കല്ല് എനിക്കറിയില്ല നിങ്ങൾ ചെരുപ്പിട്ടാണോ നിന്നത് ചെരുപ്പിടാതെ നിന്നത്. ആ കല്ല് കാല് മുകളിൽ ഇങ്ങനെ പറ്റിയപ്പോ എന്ത് ഫീലിംഗ് ഉണ്ടായത്? ഇനി നിങ്ങൾ അറഫയിൽ ചെന്നാൽ കിട്ടുന്ന കുറച്ച് ഫീലിങ്സ് ഉണ്ട്. അത് അറഫയിൽ ഇന്ന് ചെന്നാൽ കിട്ടൂല, അന്ന് ചെന്നാലേ കിട്ടൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ മനസ്സിലായില്ലേ? കർമ്മത്തിനിടയിൽ അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? ഞാൻ ഈ പറഞ്ഞത് നമ്മൾ മറന്നുപോയല്ലേ. തേർഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അത് അതിന് ശേഷം അത് നമുക്ക് പിന്നെ പറയാം. അവസാനം ഞാൻ വിനയിലെ അവസാനത്തെ ദിവസം അത് പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കർമ്മത്തിന് ശേഷം നമ്മൾ മടങ്ങുമ്പോ നമ്മൾ എന്തായിരിക്കണം, ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം? വന്ന പോലെ തിരിച്ചു പോകരുത് ഇൻഷാ അല്ലാഹ്. ആരും പോകരുത്, മനസ്സിലായില്ലേ? വന്ന പോലെ ആരും തിരിച്ചു പോകരുത്. സ്വർഗം വാങ്ങിയേ തിരിച്ചു പോകാവൂ, അത് നമുക്ക് വാശിയായിരിക്കണം. വാങ്ങിയേ തിരിച്ചു പോകാവൂ, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഇതാണ് 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ആസ്വാദനത്തിലേക്കും കൃത്യമായ അതിന്റെ റിസൾട്ടിലേക്കും നമ്മൾ എത്തുകയുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നോക്കൂ, ഹജ്ജിന്റെ ഈ സ്പിരിച്വൽ ഡൈമെൻഷൻ ഉണ്ടല്ലോ, സ്പിരിച്വൽ ഡൈമെൻഷനാണ് വളരെ പ്രധാനം, മറ്റൊന്നുമല്ല. മറ്റൊക്കെ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ലാ ഹറജ് ലാ ഹറജ് ലാ ഹറജ് എന്ന് പറഞ്ഞു. എന്ത് വന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി, അത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തു പോയി, കുഴപ്പമില്ല. ഈ ചോദിച്ചത് വെച്ച് മാത്രമാണ് നമ്മളിപ്പോ ഹുക്മ പറയണത്. സഹാബികൾക്ക് ഉണ്ടായതല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചത് വെച്ചാണ് നമ്മളിപ്പം വിധി പറയുന്നത്. അങ്ങനെയും ആകാം, അങ്ങനെയും ആകാം. സത്യത്തിൽ അതല്ല വിഷയം, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം വേറെയാണ്. ഹജ്ജിന്റെ അടിസ്ഥാനം
വേറെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ എന്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹറജ് എന്ന് പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു സ്വർഗത്തിന്റെ ഉടമയാകാൻ ആവശ്യമായ 5-6 കാര്യങ്ങൾ പൂർത്തീകരിച്ചു പോകലാണ് ഹജ്ജ്. സ്വർഗത്തിന്റെ ഉടമയാകാൻ ആവശ്യമായ 5-6 കാര്യങ്ങൾ പൂർത്തീകരിച്ചു പോകലാണ് എന്ത്? ഒന്നാമത്തേത് എന്താ? തൗഹീദ്. സംശയമില്ലല്ലോ. ഇല്ലെങ്കിൽ സ്വർഗം കിട്ടുമോ? ശിർക്കിന്റെ അണ്ണും മണി ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇല്ലെങ്കിലോ നരകത്ത് പോകേണ്ടി വന്നാലും തിരിച്ചു വരാം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അത് എവിടുന്ന് തുടങ്ങി? അങ്ങനെ തെൽബിയത്തുനിന്ന് തുടങ്ങി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ. പിന്നെ എല്ലാറ്റിലും അതാണ്. നമ്മൾ ആ സഫന്റെ മുകളിൽ കയറി എന്താ പറഞ്ഞത്? ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ. ഇത് കഴിഞ്ഞ ഇനി നമ്മുടെ ഒന്നും നോക്കൂ, കഅബ ഉണ്ടാക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയോട് പറയുമ്പോഴുള്ള വാക്ക് എന്താ? ആദ്യത്തെ വാക്ക് വഇദ് ബവ്വഅനാ മകാനൽ ബൈതി അല്ലാ തുശ്രിക ബി ശൈആ. അതിന്റെ ബേസ്മെന്റ് അതാ, അല്ലാ തുശ്രിക ബി. എന്തുകൊണ്ട്? അത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ്. മനസ്സിലായി? അതാണ് പൂർത്തിയാകേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ പറയണം. അതാണ് തൗഹീദ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ. രണ്ടാമത്തേത് അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തേത് അതെന്താ വെച്ചാൽ തഹ്ഖീഖുൽ മുതാബഅയാണ്. ഇനി നമ്മളിപ്പോ ഓരോ കാര്യം ചെയ്യുന്നത് ആര് ചെയ്ത മാതിരിയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എന്റെ എല്ലാ കഅബന്റെ എല്ലാ മൂലയിലും പോയി നമ്മൾ ചുംബിക്കായിരുന്നത്? ഒഴിവുള്ള കുറെ മൂലയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ, ഇനി ഹജ്ജിന് മുഴുവൻ നമ്മൾ ആര് ചെയ്തതുപോലെ ചെയ്യണത്? ചെയ്തതുപോലെയാണ്. റസൂലുള്ളാഹ് വാക്ക് പറഞ്ഞിട്ട് 83 ദിവസമാണ് ജീവിച്ചത്. ഏത് വാക്ക് പറഞ്ഞിട്ട്? ഖുദൂ അന്നി മനാസിക്കക്കും. ഞാൻ ചെയ്തതുപോലെ ചെയ്യണട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ 83 ദിവസമാണ് ജീവിച്ചത്. അല്ലെ? നിങ്ങൾക്കറിയോ ഹദീസുകളിൽ ഏറ്റവും വലിയ ഹദീസ് ഏതാ? റസൂലിന്റെ ഹജ്ജിനെ കുറിച്ചുള്ള ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്. ഓരോ സ്റ്റെപ്പും പറഞ്ഞത്. എന്തുങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം എങ്ങനെ റസൂൽ ചെയ്തത്. അപ്പൊ ഇനി നമ്മളെ ജീവിതത്തിൽ എന്തായിരിക്കണം? സ്വർഗാവകാശിയാകണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, ഇനി നമ്മൾ ജീവിക്കേണ്ടത് ആര് ജീവിച്ച മാതിരി ഇരിക്കണം? പറ്റോ? അതാണ് രണ്ടാമത്തെ. അത് പ്രധാനമാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. മൂന്നാമത്തേത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദിക്റുള്ളയാണ്. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അള്ളാനെ സ്മരിക്കലാണ്, ഓർക്കലാണ് എല്ലാ സ്ഥലത്തും. ഹജ്ജിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞ എന്താ? ലിയശ്ഹദൂ മനാഫിഅ ലഹും വലിയദ്കുറു ഇസ്മല്ലാഹ്. എല്ലായിടത്തും. മനസ്സിലായില്ലേ? അറഫയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുസ്ദലിഫയിൽ ഇങ്ങനെ പോരുമ്പോ എന്താ പറഞ്ഞത്? വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. മിനയിലെത്തിയിട്ട് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. ചിലർക്ക് 2 ദിവസമേ പറ്റുള്ളൂ, കുഴപ്പമില്ല. 2 ദിവസം എന്ന് പറഞ്ഞാൽ 11. വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. പക്ഷെ എന്നിട്ട് പറഞ്ഞ എന്താ? ലിമൻ ഇത്തഖ. പ്രശ്നം 2 ദിവസം 3 ദിവസം എന്നല്ല. പ്രശ്നം നിങ്ങൾക്ക് തഖ്വ കിട്ടിയോ? വേണമെങ്കിൽ 2 ദിവസം കൂടി നിർത്തിക്കോളി. കിട്ടിയിട്ടില്ലെങ്കിൽ 1 ദിവസം കൂടി എന്താക്കണം? കൂട്ടണം. എല്ലാ സ്ഥലത്തും ഹജ്ജിന് വേണ്ടി പോകാൻ പറഞ്ഞ സ്ഥലത്ത് എന്താ പറഞ്ഞത്? ക്ലിയർ അല്ലേ? 1 തൗഹീദാണ്, 2 സുന്നത്താണ്, 3 ഇനി നമ്മൾ ഹജ്ജ് കഴിഞ്ഞ് പോകേണ്ടത് തഖ്വയുള്ളവരായിരിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡ്രസ്സിലല്ല, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് കാണുന്നത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കേ കാണാൻ പറ്റൂ, എല്ലാവർക്കും കാണാൻ പറ്റില്ല. അപ്പൊ അത് ശരിക്ക് ശ്രദ്ധിക്കുക.